നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ പല അഭിപ്രായ സർവേകളും കളം നിറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വന്നത് മനോരമ ന്യൂസ് VMR പീപ്പോൾ സർവേ ഫലമാണ്. അത് കണ്ടു കാണില്ലായിരുന്നു. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയിൽ നിന്ന് ജയിച്ചു കയറിയ ഏക സ്ഥാനാർത്ഥിയായിട്ടുള്ള AM ആരിഫ് ഇത്തവണ ആലപ്പുഴയിൽ വിയർക്കും. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ഐസക്കിൻ്റെ വോട്ടുകൾ കുറയ്ക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ ആരിഫിൻ്റെ ജയസാധ്യതയിൽ കടന്നു കയറുമെന്നാണ് സർവേയിൽ പറയുന്നത്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നാണ് മനോരമയുടെ പ്രവചനം. BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്കാൾ 1.69%, UDFന് 2.5% വോട്ട് വർദ്ധിക്കുമെന്നുള്ള പ്രവചനമുണ്ട്. ഇത് തന്നെയോ അതിലേറെയോ വോട്ട്, ഇത്ര തന്നെയോ അല്ലെങ്കിൽ അതിലേറെയോ വോട്ട് 3.23% LDFന് നഷ്ടപ്പെടും. UDFിൻ്റെ ആകെ വോട്ട് 42.18% ഉയരുമെന്നാണ് അനുമാനിക്കുന്നത്. LDFിൻ്റേത് 37.68% കുറയും. 18.91% BJPക്ക് കണക്കാക്കുന്ന വോട്ട് വിഹിതമെന്നാണ് പറയാൻ കഴിയുന്നത്. ചാലക്കുടിയിൽ UDFിൻ്റെ വോട്ട് വിഹിതത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് സർവേയിൽ പറയുന്നു. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10.8% വോട്ട് കുറയുമെന്നാണ് പ്രവചനം. മറ്റു കക്ഷികളുടെ വോട്ട് എന്ന് പറയപ്പെടുന്ന 10.7% വർദ്ധിപ്പിക്കും. മറ്റു കക്ഷികൾക്കും സ്വതന്ത്രർക്കും ആകെ ലഭിക്കുന്ന വോട്ട് വിഹിതം 12.88%. ഇതിൽ 11.84% 2020-ക്കാണ്. ഇതോടുകൂടി UDF വിഹിതം 37% കുറയും. 2020 പിടിക്കുന്ന വോട്ട് കൂടുതലും UDFിൽ നിന്നാണ് എന്നത് ഈ സീറ്റിൽ അട്ടിമറി സാധ്യതയ്ക്ക് പോലും കളമൊരുക്കുന്നുണ്ട്. LDFിന് പ്രവചിക്കുന്ന വോട്ട് ഷെയർ 32.14%. NDAയുടേത് 17.98%. LDF വോട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2.32% വോട്ട് കുറയാം. NDAയ്ക്ക് 2.42% വോട്ട് കൂടും. വടകരയിൽ KK ശൈലജയും ഷാഫി പറമ്പിലും ഒപ്പത്തിനൊപ്പമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടുപേർക്കും 42.5% വോട്ട് പ്രവചിക്കുന്നു. NDAയ്ക്ക് 13.68% വോട്ട്. UDFന് 7% വോട്ട് കുറയുന്നു. UDFിൻ്റെ വോട്ടിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാകുന്നു. LDFനും ചെറിയ തോതിൽ വോട്ട് കുറയുന്നു. എന്നാൽ NDA വോട്ട് കൂട്ടുമെന്നുള്ളത് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് പോയാൽ UDFന് കോട്ടമില്ലെങ്കിലും 6% വോട്ട് കുറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി നേടിയ 57.1% വോട്ട് വിഹിതം ഇക്കുറി ET മുഹമ്മദ് ബഷീറിന് ലഭിക്കില്ല. 3.93% കുറവ് പ്രവചിക്കുന്നുമുണ്ട്. പൊന്നാനിയിൽ മലപ്പുറം MP ഡോക്ടർ അബ്ദുൽ സമദ് സമദാനിയും CPMന് വേണ്ടി മുൻ ലീഗ് നേതാവ് KS ഹംസയും BJPക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യനുമാണ് മാറ്റുരയ്ക്കുന്നത്. പൊന്നാനി ഇത്തവണയും ലീഗിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തിൽ നേരിയ കുറവുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ LDFിൻ്റെ വോട്ട് കൂടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രീപോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരാറുണ്ട്. പക്ഷേ ഈ സർവേ ഫലങ്ങളുടെ ആധികാരികത എന്താണ് എന്നുള്ളതാണ് കുഴപ്പം. ഇപ്പോൾ മനോരമ ന്യൂസും VMR പീപ്പോളും നടത്തിയ സർവേ ഫലമാണ് ഞാനീ പറഞ്ഞത്. എല്ലായിടത്തും UDFിൻ്റെ സാധ്യതകളെ ഉയർത്തി കാട്ടുന്നുമുണ്ട്. പക്ഷേ ആ സാധ്യതകളൊക്കെ അതുപോലെ നിലനിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പല സ്ഥലത്തും ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ, രാഷ്ട്രീയ വിശകലനത്തിലൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ പ്രീപോൾ 28,000 പേരെ കൂട്ടിച്ചേർത്ത് കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രീപോളുകളിലെ ആധികാരികതയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലായിരിക്കും ആ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും. അതിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് പോലെ ഒന്നുമാകാൻ സാധ്യതയില്ല എന്ന് പറയട്ടെ. കാരണം തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴയിലൊക്കെ തീർച്ചയായിട്ടും AM ആരിഫിൻ്റെ ജയസാധ്യതയെ കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനം ശോഭയ്ക്ക് നടത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ KC വേണുഗോപാൽ സീറ്റ് പിടിക്കും എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം മാത്രമല്ല, KC വേണുഗോപാലിൻ്റെ കഴിവുകേട് കൂടി അവിടെ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ആ കഴിവുകേട് വോട്ടായി മാറാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിജയസാധ്യത ഞങ്ങൾ പലതരത്തിൽ ഞങ്ങളൊരു സംവാദ പരിപാടിയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നേക്കാം, അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ KC വേണുഗോപാൽ വിജയിക്കുമെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അത് സ്വീകാര്യതയല്ല, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ള വസ്തുതകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാണ് ഒരു കുറച്ചുകൂടി, ചിലപ്പോൾ ഒരു പടിയെങ്കിലും 1% മുന്നിട്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന, അവരുടെ വോട്ട് നൽകാൻ പോകുന്ന കാര്യത്തിലാണെങ്കിലും അത്തരത്തിൽ തന്നെയായിരിക്കും സ്ഥിതിവിശേഷം. മാത്രമല്ല ചാലക്കുടിയിലെ വിഷയമാണെങ്കിലും ഈ കോൺഗ്രസിന് സാധ്യതയുള്ള മേഖലയിൽ തന്നെയാണ്. പക്ഷേ അവിടെ 2020 പ്രാതിനിധ്യം നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ അങ്ങനെ 2020 പ്രാതിനിധ്യം ഉണ്ടായാൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം ചാലക്കുടിയിൽ പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് LDFിനുള്ള വോട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് പലപ്പോഴും കാണുന്നത്. അത് ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെയാണ് സർവേ ഫലങ്ങൾ നമ്മൾ തള്ളിക്കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പല സർവേ ഫലങ്ങളും പലപ്പോഴും കഴിഞ്ഞ വർഷം
കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയാകുവാനുള്ള സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ 51%-ലധികം വോട്ട് നൽകിയിരുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള അന്നത്തെ പ്രീപോൾ ഫലങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് 22%, 24%-നുള്ളിലാണ് നരേന്ദ്രമോദിക്ക് ഉള്ള ജനപ്രിയത എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? രാഹുൽ ഗാന്ധി ആകെ വയനാട്ടിൽ മാത്രം നിന്ന് മത്സരിച്ച് വിജയിക്കുകയും BJP എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ മുഴുവൻ വിജയിക്കുന്ന ഒരു പാർട്ടിയായി മാറുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100% ജനപ്രിയനാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രീപോൾ സർവേ ഫലങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല, അത് വ്യാജമാണ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്.